ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത ക്ലാസ്സായിട്ട് എത്തിയിട്ടുണ്ട്, റണ്ണിങ് വിത്ത് വിപ്പിഡ്. അപ്പോൾ അതാണിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അടുത്ത എംബ്രോയ്ഡറി. അതിനായിട്ട് നമുക്കിവിടെ സ്കെയിൽ കൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള നൂല് കട്ട് ചെയ്തെടുക്കാം. ഇന്നിപ്പോൾ ബ്ലാക്ക് നൂല് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ, കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മൾ ആദ്യം കൊടുക്കുക. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ഫുള്ള് ചെയ്തതിന് ശേഷം വിപ്പിഡ് ചെയ്യാനായിട്ട് വേറൊരു കളർ നൂലാണ് എടുക്കേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓറഞ്ച് കളറാണ്. അപ്പോൾ ഈ അറ്റത്ത് നിന്ന് നമുക്ക് കുത്തിയെടുത്ത് താഴേന്ന് മുകളിലേക്കാണ് ഇങ്ങനെ കോർത്തെടുക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ താഴേന്ന് മുകളിലേക്ക് കോർത്തെടുക്കാം. അങ്ങനെ ഈ അറ്റം വരെ നമുക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ കണ്ടത് നമ്മൾ റണ്ണിങ് സ്റ്റിച്ചായിരുന്നു. ഇന്നിപ്പോൾ റണ്ണിങ് വിത്ത് വിപ്പിഡ്. ഇത് രണ്ടും ഔട്ട്ലൈൻ സ്റ്റിച്ചിങ് ആണ്. ചെയ്തിട്ട് നമ്മൊരു പടം വരയ്ക്കുമ്പോൾ അതിൻ്റെ ഔട്ട്ലൈനായിട്ട് കൊടുക്കാൻ പറ്റിയ സ്റ്റിച്ചിങ് ഇത് രണ്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ അങ്ങ് അറ്റം വരെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത റണ്ണിങ് സ്റ്റിച്ചാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വിപ്പിഡ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് ഓരോ സ്റ്റിച്ചിങ്ങിലേയും കൂടെ ഇങ്ങനെ കുത്തി കോർത്തെടുക്കാം. ഇതേപോലെ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ല ഭംഗിയുള്ളൊരു പിക്ചറായിട്ട് അത് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ റണ്ണിങ് വിത്ത് വിപ്പിലൂടെ സ്റ്റിച്ചിങ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ ചെയ്തൊരു റണ്ണിങ് വിത്ത് വിപ്പിഡ് സ്റ്റിച്ചിങ് ആട്ടോ.